ഞാൻ വിമൻ ടീമിൽ പോകുന്നത് തന്നെ ഒരു ഭയങ്കര ഒരു ആകസ്മികമായിട്ട് ഒരിക്കലും വിമൻ ടീമിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. 16 വയസ്സുള്ള സ്മൃതി മണ്ടാന, 16 വയസ്സുള്ള ദീപ്തി ശർമ്മ, സുനിൽ നിന്റെ ഫാനാണ്, പോയി ഒപ്പിട്ട് കൊടുക്കാൻ. നോ മോ ഇസ് വേവിങ് അറ്റ് യു. ഈ മെൻസ് ടീം വുമൻസ് ടീം ഇവരെ കോച്ച് ചെയ്യുമ്പോഴുള്ള മെയിൻ ഡിഫറൻസ് എന്താ? ഡിഫറൻസ് ഒന്നുമില്ല. ഞാൻ ബേസിക്കലി ഞാൻ വിമൻ ടീമിൽ പോകുന്നത് തന്നെ ഒരു ഭയങ്കര ഒരു ആകസ്മികമായിട്ട് ഒരിക്കലും വിമൻ ടീമിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ആ വിമൻ്റെ ഇതിനു മുമ്പ് ഒറ്റ ഇതേ ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഈ BCCI ആദ്യം നടത്തിയ അണ്ടർ 19 ഒരു ഇന്ത്യൻ ക്യാമ്പ് നടത്തി. അപ്പോൾ എൻ്റെ ലീഡ് കോച്ച് ഞാനായിരുന്നു. അന്ന് ഞാൻ മറിയ ഫേ എന്ന് പറഞ്ഞ ഒരു ന്യൂസിലാൻഡിലെ ഒരു ബാറ്റിംഗ് കോച്ച്, സുമൻ ശർമ്മ എന്ന് പറഞ്ഞ പിണ്ട് കേരളത്തിലൊക്കെ കോച്ച് ചെയ്തായിരുന്നു. അത് സുമൻ ശർമ്മ മാഡം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ടീമിലെല്ലാം 16 വയസ്സ് 15 വയസ്സുള്ള ഇന്ത്യയിലെ ഏറ്റവും നല്ല പ്ലേയേഴ്സ്. 16 വയസ്സുള്ള സ്മൃതി മണ്ടാന, 16 വയസ്സുള്ള ദീപ്തി ശർമ്മ, ആ ബാച്ചായിരുന്നു. എല്ലാവരും ഇത്രയേ ഉള്ളൂ. അപ്പോൾ അന്ന് തൊട്ടേ പരിചയമുണ്ട് ഇവരുമായിട്ട്. അതിനുശേഷം ഞാൻ KKR വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ സൺറൈസേഴ്സായിട്ടൊരു മാച്ച്, ക്വാളിഫയേഴ്സ് മാച്ച് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചാണ്. അപ്പം സുനിൽ നാരായണും ഞാനിവിടെ ഇവിടുത്തെ ബി ഗ്രൗണ്ട് ഉണ്ട്, പഴയ NCയുടെ ബി ഗ്രൗണ്ട്. സുനിൽ നാരായണൻ ബാറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ത്രോ ഡൗൺ ചെയ്യണം. അപ്പോൾ ഒരു കാർ ഇങ്ങനെ വന്ന് നിന്നിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ കൈ കാണിക്കും. അപ്പോൾ ഞാൻ സുനിൽ നിന്റെ ഫാനാണ്, പോയി ഒപ്പിട്ട് കൊടുക്കാൻ. അപ്പോൾ നോ മോ ഇസ് വേവിങ് അറ്റ് യു. ഞാൻ എന്നെ വേവ് ചെയ്യാൻ ആര്? ഞാൻ അവിടെ ചെന്ന് സ്മൃതി കാറിൽ. എനിക്കിപ്പോഴും ഓർമ്മയാണ് സ്മൃതി പറയണ, സാർ എത്ര കാലമായി കണ്ടിട്ട്, ഐ ഹോപ്പ് വിൽ വർക്ക് അഗെയിൻ ടുഗദർ. അപ്പം ഞാൻ വെച്ച് ദൈവം തീരുമാനിച്ചാൽ നടക്കാത്ത. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതുമില്ല.